നഗ്നയായി കിടക്കുന്ന അവളെ ഉമ്മകൾ കൊണ്ട് മൂടി ഓരോ അണുവിനെയും തൊട്ടുണർത്തിക്കൊണ്ട് അവളിലേക്ക് പടർന്നു കയറുന്ന തൻ്റെ ഭർത്താവിനെ കണ്ടവൾ ഞെട്ടലോടെ എന്ത് ചെയ്യണമെന്നറിയാതെ വാ പൊത്തി കരഞ്ഞുപോയി. ഇരുവരിൽ നിന്നും ഉയരുന്ന കിതപ്പും സീൽക്കാരങ്ങളും അവളെ തീ പോലെ പൊള്ളിച്ചു. അധിക സമയം അവിടെ നിൽക്കാൻ കഴിയാതെ അവൾ ഇടറിയ ചുവടുകളുമായി റൂമിലേക്ക് നടന്നു. 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മഴയത്ത് ഓടിക്കയറുമെന്ന് ആരോരും ഇല്ലെന്നും ഈ മഴയത്ത് കയറി കിടക്കാൻ ഒരു സ്ഥലമില്ലെന്നും സഹായിക്കണമെന്നും പറഞ്ഞുകൊണ്ട് എനിക്കും ഏട്ടനും മുന്നിൽ വന്ന് കൈകൂപ്പി നിന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെയാണ് അവളോട് തൽക്കാലം ഈ വീട്ടിൽ നിന്നോളാൻ പറഞ്ഞത്. താനവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അഴുകുപുരണ്ട വസ്ത്രങ്ങൾക്ക് പകരം തൻ്റെ വസ്ത്രങ്ങൾ നൽകിയപ്പോൾ അറിഞ്ഞിരുന്നില്ല തൻ്റേതായ എല്ലാത്തിൻ്റെയും ഒരു പങ്ക് ഇനി മുതൽ ഞാൻ അവൾക്ക് നൽകേണ്ടി വരുമെന്ന്. മറ്റെന്തിൻ്റെയും പങ്ക് ഞാൻ അറിഞ്ഞു തന്നെ അവൾക്ക് നൽകിയേനെ. പക്ഷേ എന്നും എൻ്റെ മാത്രമാണെന്ന് ഞാൻ അഹങ്കാരത്തോടെ പറഞ്ഞിരുന്ന എൻ്റെ ശരത്തേട്ടൻ അദ്ദേഹത്തെ കൂടെ ഇന്ന് പങ്കുവെക്കപ്പെട്ടിരിക്കുന്നു. നെഞ്ചമർത്തി പിടിച്ചുകൊണ്ട് ആഷി ബെഡിലേക്ക് തളർന്നിരുന്നു. ഒരണിയത്തിയായി മാത്രമേ താൻ അവളെ ഇതേവരെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ആ അവൾ തന്നെ എന്നെ ചതിച്ചല്ലോ എന്ന് ഓർക്കുമ്പോഴാ. അല്ലെങ്കിലും അവളെ മാത്രം പറയുന്നത് എന്തിനാ? കൂടെ കിടന്ന് എന്നെ എല്ലാ അർത്ഥത്തിലും അറിഞ്ഞ് എന്നും എൻ്റെ മാത്രം ആയിരിക്കുമെന്ന് വാക്ക് തന്ന ഏട്ടനല്ലേ അവൾക്കൊപ്പം ഇപ്പോൾ ആ മുറിയിലുള്ളത്. പൊട്ടിവന്ന കരച്ചിൽ അടക്കാൻ എന്നതുപോലെ അവൾ ബെഡിലേക്ക് കമിഴ്ന്നു കിടന്നുകൊണ്ട് ബ്ലാങ്കറ്റിലേക്ക് മുഖം പൂഴ്ത്തി. അതിൽ അയാളുടെ ഗന്ധമറിഞ്ഞതും അവൾ ബ്ലാങ്കറ്റ് നെഞ്ചോട് ചേർത്ത് മുറുകെ കെട്ടിപ്പിടിച്ചു. അല്പം കഴിഞ്ഞതും റൂമിൻ്റെ ഡോർ തുറന്ന ശബ്ദം കേട്ടതും മുഖം അമർത്തി തുടച്ച ശേഷം അവൾ അനങ്ങാതെ കിടന്നു. ബാത്റൂമിൻ്റെ ഡോർ തുറന്നടയുന്നതും ഷവർ ഓണാവുന്നതും അറിഞ്ഞവൾ പുച്ഛത്തോടെ ഒന്ന് ചുണ്ടുകൂട്ടി. ആഷി, ആഷി! തന്നെ തട്ടി വിളിക്കുന്ന ശരത്തേട്ടൻ്റെ ശബ്ദം കേട്ടവൾ ഉറക്കത്തിൽ നിന്നെന്നതുപോലെ പതിയെ കണ്ണുകൾ തുറന്ന് ചെരിഞ്ഞു കിടന്നു. അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തിക്കൊണ്ട് അയാൾ അവളുടെ കവിളിലൂടെ പതിയെ വിരലുകൾ ഓടിച്ചു. അയാളുടെ സ്നേഹപ്രകടനം അരോചകമായി തോന്നിയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവൾ പതിയെ അയാളുടെ മാറിൽ നിന്ന് എഴുന്നേറ്റ് ബെഡിൽ ചടഞ്ഞിരുന്നു. എന്തുപറ്റി? ഏട്ടൻ ഇതുവരെ കിടന്നില്ലേ? അല്ല, ഇതെന്തേ തലയാകെ നനഞ്ഞിരിക്കുന്നല്ലോ. ഈ സമയത്ത് എന്തിനാ കുളിച്ചത്? വല്ല അസുഖവും വരില്ലേ? ഹേയ്, ഇപ്പോഴാ വർക്ക് ചെയ്ത് തീർത്തത്. അത് കഴിഞ്ഞപ്പോൾ ആകെ മുഷിഞ്ഞു. അതാ വേഗം വന്ന് കുളിച്ചത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്തേ? അത് ഡോക്ടർ അഹല്യ വിളിച്ചിരുന്നു. ഡോക്ടർ വിളിച്ചോ? എന്നിട്ട് എന്താ പറഞ്ഞത്? ആകാംക്ഷയോടെ തന്നെ നോക്കുന്നവളെ കണ്ടതും അയാൾ പതിയെ നെടുവേർപ്പിട്ടു. പഴയത് തന്നെ. നിനക്കൊരു കുഞ്ഞിനെ പറയാൻ വന്നത് പകുതിയിൽ നിർത്തിക്കൊണ്ട് അയാൾ അവളുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി. നീ വിഷമിക്കണ്ട, അവർ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. അയാളുടെ വാക്കുകളിലെ സന്തോഷവും പരിഭ്രമവും തിരിച്ചറിഞ്ഞവൾ കാര്യം അറിയാനായി അയാളെ തുറച്ചു നോക്കി. നീ മുമ്പ് ഡോക്ടറോട് ചോദിച്ചിരുന്നില്ലേ സറോഗസി ചെയ്യാൻ പറ്റുമോ എന്ന്? അന്ന് ഞാനത് തടഞ്ഞെങ്കിലും ഇന്ന് ഡോക്ടർ ആ കാര്യം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. ഓ, സറോഗസി. പക്ഷേ വേണ്ട ഏട്ടാ, കുട്ടികളില്ലെങ്കിൽ നമുക്കൊരാളെ ദത്തെടുക്കാം. അതാകും നല്ലതെന്നാ എനിക്കിപ്പോൾ തോന്നുന്നത്. ഒന്നുമില്ലെങ്കിലും അതൊരു പുണ്യപ്രവൃത്തി കൂടെയല്ലേ? അയാളുടെ വാക്കുകൾ കേൾക്കാൻ താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞുകൊണ്ട് അവൾ പതിയെ കണ്ണുകൾ മുറുകെ അടച്ചു. ഹേയ്, അന്ന് ഞാൻ പറഞ്ഞു തോർത്തിട്ടാണോ നീ ഇപ്പോൾ അത് വേണ്ട എന്ന് പറയുന്നത്? അതൊന്നും നീ ഇനി ഓർക്കണ്ട. അത് അന്നത്തെ മാനസികാവസ്ഥയിൽ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. പിന്നീട് ചിന്തിച്ചപ്പോഴാ മനസ്സിലായത് ഒരു കുഞ്ഞിനെ താലോലിക്കാൻ നിനക്ക് എന്തുമാത്രം ആഗ്രഹം കാണുമെന്ന്. തൻ്റെ കയ്യിൽ ഭദ്രമായി പിടിച്ച അവളുടെ കൈവിരലുകളിൽ പതിയെ തലോടിക്കൊണ്ടയാൾ അവളുടെ നെറ്റിയിൽ അമർത്തി ഉമ്മവച്ചു. നിറഞ്ഞു വന്ന കണ്ണുകൾ അയാളിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ടവൾ പതിയെ അയാളിൽ നിന്ന് അകന്ന് ചെരിഞ്ഞു കിടന്നു. രാവിലെ അവൾ എഴുന്നേൽക്കുന്നതിന് മുൻപേ തന്നെ അയാൾ ഓഫീസിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. കുളിച്ച് കുറിതൊട്ട് കിച്ചണിൽ നിൽക്കുന്ന മോനിഷയെ കണ്ട ആഷി അവളോടൊന്നും മിണ്ടാതെ വല്ലായ്മയോടെ റൂമിലേക്ക് തിരികെ നടന്നു. റൂമിൽ വെച്ചിരിക്കുന്ന വിവാഹ ഫോട്ടോ കണ്ടവൾ പുച്ഛത്തോടെ അതിലേക്ക് നോക്കി. ആഷി, നമുക്ക് കുട്ടികളില്ലെങ്കിൽ എന്താ? എനിക്ക് നീയും നിനക്ക് ഞാനും ഉണ്ടല്ലോ. ഓരോ മാസവും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് തളർന്നിരിക്കുന്നവളെ ചേർത്ത് പിടിച്ച് കുട്ടികളില്ലെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ വീട്ടുകാരുടെ കുറ്റപ്പെടുത്തൽ കേട്ട് സഹിക്കാൻ കഴിയാതെയും പൊട്ടിക്കരയുമ്പോഴും അയാൾ അവളെ നെഞ്ചോട് ചേർത്ത് ഇടർച്ചയോടെ പറയും. തൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായ ഓരോ കുഞ്ഞു സന്തോഷ നിമിഷങ്ങൾ പോലും ഓർത്തെടുത്തുകൊണ്ടവൾ പതിയെ ടേബിളിൽ വെച്ചിരുന്ന ചെറിയ ബോട്ടിലിന് നേരെ നോക്കി. ചേച്ചി, ചേച്ചി! പതിവായി ഭക്ഷണം കഴിക്കുന്ന സമയം കഴിഞ്ഞിട്ടും ആഷിയെ കഴിക്കാൻ കാണാതെയായതും മോനിഷ സംശയത്തോടെ ആഷി കിടന്ന റൂമിൻ്റെ വാതിലിൽ പതിയെ തട്ടി. എന്നാൽ ഡോർ താനേ തുറന്നു പോയതും അവൾ സംശയത്തോടെ അകത്തേക്ക് കടന്നു. ബെഡിൽ ചെരിഞ്ഞു കിടന്നുറങ്ങുന്നവളെ കണ്ട് പുഞ്ചിരിയോടെ അവളെ കുലുക്കി വിളിച്ചു.
എന്നാൽ അവളിൽ നിന്ന് നേർത്ത തണുപ്പ് തന്റെ കൈകളിൽ അറിഞ്ഞതും ഞെട്ടലോടെ അവൾ അലറിക്കരഞ്ഞു. ആഷിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് കരയുന്നയാളെ കണ്ടതും മോനിഷ പതിയെ അയാളുടെ ചുമരിലേക്ക് അമർത്തിപ്പിടിച്ചു. ഇതേസമയം പുറത്തുനിന്ന് ആരോ വിളിക്കുന്നത് കൂടെ കേട്ടതും സാരിത്തലപ്പാൽ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൾ അയാൾക്കരികിൽ നിന്ന് പെട്ടെന്ന് ഉമ്മറത്തേക്ക് നടന്നു. പുറത്തു നിൽക്കുന്ന പോസ്റ്റ് വുമൺ പുഞ്ചിരിയോടെ അവൾക്ക് നേരെ ഒരു കവർ നീട്ടി. കവറിന് പുറത്ത് അഡ്രസ് എഴുതിയിരിക്കുന്ന കൈയക്ഷരം തിരിച്ചറിഞ്ഞതും അവൾ ഞെട്ടലോടെ 2 അടി പുറകോട്ട് വീച്ചുപോയി. വിറയ്ക്കുന്ന കൈകളോടെ ആ കവർ അയാൾക്ക് നൽകിയതും അവൾ തളർച്ചയോടെ നിലത്തേക്കിരുന്നു. തനിക്ക് 3 ദിവസം മുന്നേ ആഷി എഴുതിയ കത്താണ് തൻ്റെ കയ്യിലിരിക്കുന്നത് എന്നറിഞ്ഞയാൾ ധൃതിയിൽ അത് പൊട്ടിച്ചു വായിച്ചു. താനും മോനിഷയും തമ്മിലുള്ള ബന്ധവും അവളൊരു അമ്മയാകാൻ പോവുകയാണെന്നും ആഷി അറിഞ്ഞിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞതും അയാൾ ആകെ വിളറി വെളുത്തു. അയാളുടെ ഓർമ്മകൾ 1 മാസം പിന്നിലേക്ക് പോയി. കൂട്ടുകാർക്കൊപ്പം നന്നായി മദ്യപിച്ചതുകൊണ്ട് തന്നെ വീട്ടിൽ കയറി വന്നത് ഒട്ടും ബോധമില്ലാതെ ആയിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ അയാളെ കണ്ടതും മോനിഷ ആകെ വല്ലാതെയായി. അത്യാവശ്യം നല്ല പനി ഉണ്ടായിരുന്നതുകൊണ്ട് മെഡിസിൻ കഴിച്ച ആഷി നേരത്തെ ഉറങ്ങിപ്പോയിരുന്നു. അതുകൊണ്ട് താൻ തന്നെ അയാളെ റൂമിലെത്തിക്കണമെന്ന് മനസ്സിലാക്കിയവൾ മടിച്ചു അയാളെ താങ്ങി പിടിച്ചു. എന്നാൽ അയാളെ മുകളിലെ മുറിയിലേക്ക് എത്തിക്കാൻ തനിക്ക് ഒറ്റയ്ക്ക് കഴിയില്ല എന്ന് മനസ്സിലാക്കിയവൾ താഴെ ഉണ്ടായിരുന്ന ഒരു മുറിയിൽ അയാളെ കൊണ്ടു കിടത്തി. എന്നാൽ അവൾക്ക് അവിടെ നിന്ന് മാറാൻ കഴിയുന്നതിന് മുന്നേ അയാൾ അവളെ കടന്നു പിടിച്ചു കഴിഞ്ഞിരുന്നു. മദ്യലഹരിയിൽ മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാതിരുന്നത് കൊണ്ട് തന്നെ ബലമായി തന്നെ അയാൾ അവളെ കീഴ്പ്പെടുത്തി. സമയം കടന്നുപോകി അയാളുടെ ഉയർച്ച താഴ്ചകൾ അവളും പതിയെ ആസ്വദിച്ചു തുടങ്ങിയിരുന്നു. അവളിലെ നിശ്വാസവും ഞരക്കവും മദ്യവും അയാളെ ആകെ മത്തുപിടിപ്പിച്ചു. പിറ്റേ ദിവസം ബോധം വന്ന അയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മോനിഷയുടെ കാലിലേക്ക് വീണു. പിന്നീടങ്ങോട്ട് ഒരു വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിലും ഇരുവരും പരസ്പരം കാണാനുള്ള അവസരം ഉണ്ടാക്കിയില്ല. 1 മാസം കഴിഞ്ഞതും തൻ്റെ മുന്നിലേക്ക് മോനിഷ നീട്ടിയ പ്രഗ്നൻസി ടെസ്റ്റ് കാർഡിലെ തെളിഞ്ഞു കിടക്കുന്ന 2 വരകൾ കണ്ടതും അയാൾ സന്തോഷത്തോടെ അവളെ ചേർത്ത് പിടിച്ചു. എന്നാൽ ആഷിയെ മറന്നുകൊണ്ട് തനിക്ക് അവളെ സ്വീകരിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ അയാൾ അഹല്യയെ വിളിച്ച് കാര്യങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞതും അവർ ആകെ വല്ലാതെയായി. അബോഷനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ താൻ സഹായിക്കില്ല എന്നവർ തീർത്തു പറഞ്ഞു. ഒരു കുഞ്ഞിനു വേണ്ടി കാത്തിരുന്ന ആഷിയുടെ മനസ്സറിയാവുന്ന അവർ ആ കുഞ്ഞിനെ കൊല്ലാൻ കൂട്ടുനിൽക്കില്ല. പകരം ഇഷ്ടത്തോടെ അല്ലെങ്കിലും ആ കുഞ്ഞിനെ ഓർത്ത് അതിൻ്റെ ജീവനെ ഓർത്ത് ഒരു കള്ളം പറയാമെന്നവർ അയാൾക്ക് ഉറപ്പ് നൽകി. ആ കള്ളമായിരുന്നു സറോഗസി. പക്ഷേ വീട്ടിലെത്തിയപ്പോൾ തോന്നിയ ഒരു ബുദ്ധിമോശം. എന്തായാലും ഇതുവരെ തങ്ങൾ ചെയ്തത് ആരും അറിഞ്ഞിട്ടില്ല. കൂടാതെ ഡോക്ടർ സഹായിക്കും എന്ന ഉറപ്പ് നൽകുകയും കൂടെ ചെയ്തപ്പോൾ ഇരുവരും മനഃപൂർവ്വം തന്നെ ആഷിയെ മറന്നു. പക്ഷേ ദൈവം അവളെ മറന്നു കാണില്ല. അതുകൊണ്ടാകാം അവൾ അന്ന് രാത്രി എല്ലാം സ്വന്തം കണ്ണുകൾ കൊണ്ട് തന്നെ കാണേണ്ടി വന്നത്. കത്ത് മുഴുവൻ വായിച്ചു കഴിഞ്ഞതും തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ അയാൾ അലറിക്കരഞ്ഞുകൊണ്ട് നിലത്ത് കമിഴ്ന്നു കിടന്നു. വർഷങ്ങൾക്ക് ശേഷം വീടിൻ്റെ മുറ്റത്തുകൂടി ഓടിക്കളിക്കുന്ന 6 വയസ്സുകാരിയെ നോക്കി ഉമ്മറത്തിരിക്കുന്ന അയാളുടെ തോളിൽ ചാഞ്ഞുകൊണ്ട് അയാൾക്കൊപ്പം മോനിഷയുമുണ്ടായിരുന്നു. ഇതേസമയം വീടിൻ്റെ സ്റ്റോർ റൂമിൽ പൊടി പിടിച്ച ഒരു ഫോട്ടോയായി അവളും എല്ലാം കാണുന്നുണ്ടായിരുന്നു. ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും സ്വന്തം ജീവൻ കളയാതെ ഇരിക്കുക. അങ്ങനെ ചെയ്താൽ നഷ്ടം നമുക്ക് മാത്രമാകും. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.